ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ജീൻസാണ്. അപ്പോൾ പഴയതോ പുതിയതോ പാകമല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ജീൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ജീൻസ് എടുത്തിട്ട് അതൊന്ന് ഒപ്പത്തിന് വെച്ചിട്ട്, അതായത് രണ്ട് പോർഷനും കൂടി ഒന്ന് ഒപ്പത്തിന് വെച്ചിട്ട് നമ്മുടെ ആവശ്യം നീളത്തിന് കണക്കാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നീളമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വലിപ്പത്തിലെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾക്ക് ചെറിയ ബാഗായിട്ട് മതി എന്നുണ്ടെങ്കിൽ നീളം കുറച്ചിട്ടെടുത്താലും മതി. അതല്ല നിങ്ങളൊരു അത്യാവശ്യം നിങ്ങൾക്ക് ബുക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം എന്നുള്ളൊരു അതാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു ജീൻസ് വെച്ചിട്ട് ജീൻസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വലിയ ജീൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് 2 ബാഗ് വരെ ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള 2 ബാഗുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു കാല് നമ്മൾ 2 കാല് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിത് ഈ ഒരു രീതിയിൽ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ പോർഷനും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ആ ഒരു സ്റ്റിച്ച് ഒന്ന് കളഞ്ഞിട്ട് രണ്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടും ഒപ്പം വെച്ചിട്ട് ഒരേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിക്കുക. അതായത് ഒരേ നീളത്തിലും അതിൻ്റെ ആ ഒരു വണ്ണം, ആ ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, അതും ഒരേ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയുക, നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടൊന്നുമില്ല. ഇതൊന്ന് കട്ട് ചെയ്യുന്ന ഒരു പോർഷനും പിന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കണം. അത് മാത്രമേ നമുക്കൊരു ഇച്ചിരി മെനക്കേടായിട്ട് വരുന്നുള്ളൂ. എങ്ങനെ പോയാലും ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം, അതിനുള്ളിൽ നമുക്കിത് എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത്രയും എളുപ്പം ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സെയിലിനൊക്കെ ഇങ്ങനത്തെ ഈ ജീൻസിൻ്റെ ബാഗുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ അതുണ്ടാക്കാൻ എനിക്കിപ്പോഴാണ് പറ്റിയത്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അന്ന് വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ അന്ന് വീഡിയോസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാനും കൂടെ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ജീൻസിൻ്റെ ആ ഒരു താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ബാഗിൻ്റെ മുകളിലത്തെ പോർഷൻ ആക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ ജീൻസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ താഴത്തെ പോർഷൻ കുറച്ച് വീതി കുറവും മുകളിലേക്ക് വരുംതോറുമാണ് അതിന് വീതി കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ്, അതായത് നമുക്ക് ആ പോർഷൻ തയ്ക്കാതെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് ആ പോർഷൻ നമ്മുടെ ബാഗിൻ്റെ മുകളിലത്തെ പോർഷനാക്കിയാണ് എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് നീളം കൂടുതലായിട്ട് തോന്നിയത് കൊണ്ട് താഴത്തെ ഭാഗത്തു നിന്ന് ഒന്ന് കട്ട് ചെയ്തും കൂടി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഈ 3 വശവും നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. അപ്പം ഞാൻ വേറൊരു ചെറിയൊരു ഐഡിയയും കൂടി അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ജീൻസിൻ്റെ പോക്കറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ പോക്കറ്റും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനിൽ നമുക്ക് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ചെറിയൊരു എന്താ പറയുക, ഒരു കോയിൻസൊക്കെ ഇടാനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു ഡ്രോ പോലെ നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ജീൻസിൽ ഒന്ന് തയ്ച്ചും കൂടെ വെക്കാവുന്നതാണ്. പാകമല്ലാത്ത ജീൻസൊക്കെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാണല്ലോ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ മുഴുവനായിട്ടും കാണാനും കൂടെ നോക്കാം. കണ്ടോ, ആ പോക്കറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിൻ്റെ പുറമേ വെച്ചിട്ട് ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ പുറത്താണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് തയ്ച്ചുകൂടി കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് അമ്മയുടെ മെഷീനാണ്. അപ്പോൾ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് അത് യൂസ് ചെയ്തിട്ട് തയ്ക്കുന്നേ ഉള്ളൂ. നോർമൽ നമ്മുടെ സാധാരണ സൂചി നൂലും ഉപയോഗിച്ചിട്ട് തയ്ച്ചെടുക്കാവുന്നതേ
ഉള്ളൂ. ഇപ്പം മെഷീൻ ഇല്ലാത്തവരൊന്നും ഇനി മെഷീൻ ഇല്ലാതെ ഇത് എങ്ങനെ ചെയ്യാനാണെന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് സൂചി നൂലും ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പൊതുവേ ഇച്ചിരി മടിച്ച് ആയതുകൊണ്ട് മെഷീൻ കണ്ടപ്പോൾ അത് വെച്ചങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പീസിൽ നമ്മൾ ആ പോക്കറ്റിൻ്റെ പോർഷൻ പിടിപ്പിച്ച് വെച്ചു. അതിന് ശേഷം നമ്മുടെ ആ 2 പീസുകളും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും നമ്മളൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ മെഷീനിലാണെങ്കിൽ നമ്മുടെ ജോലി കുറച്ചും കൂടി എളുപ്പമാകുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മെഷീൻ തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. നമുക്ക് അതായത് നമ്മുടെ സൂചി നൂലും, സാധാരണ സൂചി നൂലും വെച്ച് തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എളുപ്പപ്പണി നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ എൻ്റെ 4 വശവും ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് നമ്മുടെ ചാനലിന് ഒരു ചെറിയ ബാൻ കിട്ടിയ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ ബാനൊന്നും ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ എന്തായാലും നമ്മുടെ ചാനലിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നതും ആ ഒരു കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ, അതായത് നമ്മുടെ അടിഭാഗത്ത് അതിൻ്റെ ആ ഒരു കോർണേഴ്സ് വരുന്നിടത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചരിച്ച് 2 അറ്റവും ഒന്ന് ചരിച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ ബാഗിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നിവർത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ പോക്കറ്റിൻ്റെ പോർഷനൊക്കെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ പഴയ നിങ്ങൾ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബാഗോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് സിബ് അഴിച്ചിട്ട് ഇതിൽ തയ്ച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, അതാണെങ്കിലും അതിനകത്ത് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അതുമല്ല, ഇപ്പം നിലവിൽ ഞാൻ ഈ ബാഗിനകത്ത് വേറെ ബട്ടണോ അല്ലെങ്കിൽ സിബോ ഇതൊന്നും ഞാൻ പിടിപ്പിക്കുന്നില്ല. കാരണം നമ്മളിത് എന്താ പറയുക, ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് എന്നുള്ളൊരു പർപ്പസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും പിടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ബാഗിനൊരു എന്താ പറയുക, ഒരു വള്ളി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീൻസിൻ്റെ ആ ഒരു മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ വേസ്റ്റ് വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതും കൂടി നമ്മുടെ ബാഗിൻ്റെ എൻഡിലായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ബാഗ് നമുക്ക് ഹാങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നീളം എത്രയാണോ, നിങ്ങൾക്ക് എത്ര നീളത്തിലാണോ ഇത് ആവശ്യമുള്ളത് ആ നീളത്തിൽ ജീൻസിൻ്റെ ഒരു പീസ് കൂടി മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഏതൊരു പോർഷനാണെങ്കിലും കുറച്ച് കട്ടിയുള്ളത്, കാരണം നമുക്ക് ബാഗ് ഹാങ് ചെയ്ത് വെക്കേണ്ടത് കൊണ്ട് മാത്രം കുറച്ച് കട്ടിയുള്ളൊരു 1-2 പീസ് ഒന്നിച്ച് ചേർത്തായാലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തുന്നി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഐസ്ബർഗ് എന്നൊക്കെ എഴുതിയേക്കുന്നത് നമ്മുടെ ജീൻസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ടാഗ് പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ വെറുതെ അതും കൂടെ ഒന്ന് തുന്നി ചേർത്തു എന്ന് മാത്രം. പിന്നെ ഇതാണ് നമ്മൾ പോക്കറ്റൊക്കെ പിടിപ്പിച്ച പോർഷനും കൂടി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മുടെ ബുക്സോ കാര്യങ്ങളോ ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ലാപ്ടോപ്പ് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ബാഗ് തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്